പ്രൈസും ചെസ്റ്റും പ്രൈസും കഴിഞ്ഞ് പിന്നെ ഷോൾഡറാണ് വരുന്നത്. ഷോൾഡർ കഴിഞ്ഞിട്ട് പിന്നെ പൈസും ബാക്കും പൈസ ബാക്കും പൈസ. ബാക്കും പൈസ ആദ്യം ബാക്കിന് ഏതാ അടിക്കുന്നത്? ബാക്കിന് നമുക്ക് മെഷീൻ അടിച്ചാലോ? ആ മിഷീന്റെ പേര് എനിക്ക് അറിയാൻ പാടില്ല. എല്ലാവരും മിഷീൻ്റെ പേരറിയില്ലെങ്കിലും കയറിയിരുന്ന് വർക്കൗട്ട് തുടങ്ങിട്ടോ. ഈ ഇടങ്ങണ്ടിട്ട് നോക്കുന്നത് ചെയ്യുന്നത് ശരിയാണോന്ന് അറിയാനുള്ള വ്യഗ്രതയാണ്. ഞാൻ നോക്കിയപ്പോൾ ആള് ഫോൺ വിളിച്ചേക്കാണ്. വീട്ടിലേക്ക് വിളിച്ചിട്ട് ഇന്നത്തേക്കുള്ള പ്രോട്ടീനായ ഉണക്കമീൻ വറുത്ത് വെച്ചേക്കാനാണ് പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായി. വീണ്ടും ചെക്കൻ്റെ അതിമനോഹരമായ ലാറ്റ് പുൾ ഡൗണിടെ കണ്ട് ഞാൻ കൊതിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് എന്തോ കളഞ്ഞുപോയ അണ്ണാനെ പോലെ ജിമ്മി നോക്കി നിൽക്കുന്നത് കണ്ടത്. നോക്കിയപ്പോൾ ജിമ്മിയിലെ ബോക്സിംഗ് പിള്ളേർ നന്നായി ബോക്സ് ചെയ്യുന്നതാണ് കണ്ടത്. എന്നെ കണ്ടപ്പോൾ ഒരു ഹൈഫൈ നിന്ന് ആള് പയ്യെ വലിഞ്ഞു. അമ്മോ എന്നുള്ള വിളിയും കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ബോക്സിങ്ങിന്റെ പിള്ളേർ നടുവും തല്ലി തറയിൽ വീഴുന്നതാണ് കണ്ടത്. ബോക്സിങ്ങിന്റെ നിലവിളികളൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്മുടെ ചെക്കൻ അവിടെ ഇരുന്ന് അണ്ടർ ഗ്രിപ്പ് ലാറ്റ് പുൾ ഡൗൺ വീണ്ടും കളിക്കുന്നുണ്ട് കേട്ടോ. ചെക്കൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്ന് നോക്കിയിട്ട് ഞാനൊന്ന് മാറിയപ്പോഴത്തേക്കും വീണ്ടും ആളെ കാണാനില്ല. എന്നെ കണ്ടപ്പോൾ എൻ്റെ മുന്നിലൂടെ ഒരു പുഞ്ചിരിയും പാസ്സാക്കി ആള് കടന്നു പോയിട്ട് അണ്ടർ ഗ്രിപ്പ് അടിച്ച് വീണ്ടും തുടങ്ങി. പിന്നെ ചെക്കൻ അതും കംപ്ലീറ്റ് ചെയ്ത് സീറ്റർ റോയിലേക്ക് കയറി. ഞാൻ നോക്കിയപ്പോൾ വീണ്ടും ജിമ്മി ഫോൺ കുത്തിക്കൊണ്ട് നിൽക്കുന്നു. ചെക്കൻ നോക്കി കിടക്കണണ്ട നമ്മൾ വിചാരിക്കുക എന്തോ കളഞ്ഞു പോയിട്ടാണ്. അല്ല, ഏതോ ഒരു ഡമ്പിൾ നോക്കിയുള്ള നടപ്പാണത്. നോക്കി കിടന്ന ഡമ്പിൾ തൻ്റെ കൈ കിട്ടിയപ്പോൾ ഒരു രാജ്യം തന്നെ കീഴടക്കിയ രാജാവിൻ്റെ സന്തോഷമായിരുന്നു അവൻ. അങ്ങനെ ബാക്ക് ഡേയും കംപ്ലീറ്റ് ചെയ്ത് ബൈസപ്സിൻ്റെ ഡമ്പിൾ കേളുമായിട്ട് ചെക്കൻ മിററിൻ്റെ മുമ്പിൽ അങ്ങനെ നിൽക്കുകയായിരുന്നു. കണ്ണാടിയുടെ മുന്നിൽ സൗന്ദര്യം നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ പുറകിൽ വന്നിട്ട് മസിലും പിരിപ്പിച്ച് ഇതൊക്കെ എന്ത് ദേ ഇങ്ങോട്ട് നോക്കി എൻ്റെ ട്രൈസ് കണ്ടോ എന്ന് എന്നോട് ചോദിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഗുരുത്തുള്ള ചെക്കനായതുകൊണ്ട് എന്നെ അന്വേഷിച്ചുള്ള വരവാണിത്. എന്നെ കണ്ടപ്പോൾ ഒരു ഹൈഫൈ നിന്നിട്ടോ. അടുത്ത വർക്കൗട്ട് ഏതാണെന്ന് ചോദിക്കാനുള്ള വരവാണത്. ഞാൻ പറഞ്ഞും കൊടുത്ത് ഓക്കെയും പറഞ്ഞു വിട്ട പോലെ തന്നെയാണോ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഓടി അവൻ്റെ അടുത്തേക്ക് നിന്നു. അത്ഭുതമെന്ന് പറയട്ടെ, പറഞ്ഞു കൊടുത്ത് അതേ രീതി തന്നെ ചെയ്യുന്നുണ്ട് ചെറുക്കൻ. ഇന്നത്തേക്കുള്ള മസിലുമായി എന്നും പറഞ്ഞ് ടർക്കി മടക്കി വീട്ടിൽ പോകാനുള്ള രംഗമാണ് കാണുന്നത്. ഒരു വർക്കൗട്ട് കൂടെ ചെയ്യണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിരുന്ന് ചെയ്യിപ്പിക്കുന്നതാണിത്. അതിൻ്റെ ഒരു മനസ്സില്ലായ്മ ആ മുഖത്ത് കാണാനുമുണ്ട്. ഇതിൻ്റെ ഇടയിൽ പാഷാണത്തിക്രിമി എന്ന് പറഞ്ഞ പോലെ ഇടവും വലവും നിന്ന് അവൻ്റെ കോൺസെൻട്രേഷൻ കളയാൻ വേണ്ടി രണ്ടെണ്ണങ്ങൾ എന്തോ പറയുന്നുണ്ട്. എന്നെ അമ്പരിപ്പിച്ച മറ്റൊരു കാഴ്ചയാണിത്. ഞാൻ പോലും പറയാത്ത ഫോറാമിൻ്റെ വർക്കൗട്ട് എൻ്റെ മുമ്പിൽ വന്ന് അന്തസ്സായിട്ട് ചെയ്തു തീർക്കുന്നൊരു കുട്ടി. അങ്ങനെ അതും പൂർത്തിയാക്കി വന്ന ദൗത്യം കംപ്ലീറ്റ് ചെയ്ത് ചെക്കൻ ടാറ്റയും കാണിച്ച് പോവുകയാണ് കേട്ടോ.